നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ. ലോകവുമായി ഒരു ബന്ധവുമില്ലാതെ ആയിരക്കണക്കിന് വർഷങ്ങളായി ഒരു കാടിനുള്ളിൽ ചില മനുഷ്യർ ജീവിക്കുന്നു. അവർക്ക് നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളെക്കുറിച്ചോ മൊബൈൽ ഫോണിനെക്കുറിച്ചോ എന്തിന് നമ്മുടെ ഭാഷയെക്കുറിച്ച് പോലും അറിയില്ല. എന്നാൽ ഇതിലേറ്റവും ഭയപ്പെടുത്തുന്ന കാര്യം എന്താണെന്നോ? ഈ കാടിനുള്ളിലേക്ക് അറിയാതെ പോലും ഒരു പുറംലോകവാസി കാലുകുത്തിയാൽ അവർ പിന്നെ ജീവനോടെ മടങ്ങിവരാൻ സാധ്യതയില്ല. അത്രമേൽ രൗദ്രമാണ് ആമസോൺ കാടിന്റെ ആഴങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ആ വിചിത്ര ഗോത്രം. ഭൂമിയിലെ ഏറ്റവും വലിയ മഴക്കാടായ ആമസോൺ എന്നും നിഗൂഢതകളുടെ കലവറയാണ്. ശാസ്ത്രം ഇത്രയേറെ പുരോഗമിച്ചിട്ടും ഇപ്പോഴും മനുഷ്യർക്ക് എത്തിപ്പെടാൻ കഴിയാത്ത ഇടങ്ങളിവിടെയുണ്ട്. ഇത്തരത്തിൽ ആമസോണിലെ ബ്രസീൽ പെറു അതിർത്തിയിൽ അടുത്തിടെ കണ്ടെത്തപ്പെട്ട ഒരു ഗോത്രമാണ് ഇപ്പോൾ ലോകത്തെ ഞെട്ടിച്ചിരിക്കുന്നത്. അൺകോണ്ടാക്റ്റഡ് ട്രൈബ്സ് എന്ന് വിളിക്കപ്പെടുന്ന ഇവർ നമ്മളെപ്പോലെയുള്ള മനുഷ്യരാണോ അതോ മറ്റെന്തെങ്കിലും വിചിത്ര ശക്തികളാണോ? ഈ അടുത്ത കാലത്ത് ബ്രസീലിയൻ ഗവൺമെന്റ് നടത്തിയ ഒരു വിമാന നിരീക്ഷണത്തിനിടയിലാണ് ഇവരെ ആദ്യമായി വ്യക്തമായി കാണുന്നത്. ശരീരമാസകലം ചുവന്ന നിറം പൂശി കൈകളിൽ മാരകമായ അമ്പും വില്ലുമായി അവർ വിമാനത്തിന് നേരെ ആക്രോശിക്കുകയായിരുന്നു. അവർക്ക് ആ വിമാനം ഒരു പറക്കുന്ന പിശാചായിരുന്നു. അവരുടെ ജീവിതരീതി അതിശയിപ്പിക്കുന്നതാണ്. വസ്ത്രങ്ങൾ ധരിക്കാത്ത പൂർണ്ണമായും കാടിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഇവർക്ക് പുറം ലോകവുമായുള്ള സമ്പർക്കം മാരകമാണ്. കാരണം നമുക്ക് സാധാരണയായി വരുന്ന ജലദോഷം പോലും ഈ ഗോത്രത്തെ മുഴുവനായി ഇല്ലാതാക്കാൻ ശേഷിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ അധികൃതർ ആ പ്രദേശം സംരക്ഷിത മേഖലയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആരെങ്കിലും അങ്ങോട്ട് പോകാൻ ശ്രമിച്ചാൽ അവർ മാരകമായി ആക്രമിക്കപ്പെടും. പല ഗവേഷകരും പറയുന്നത് ഈ ഗോത്രക്കാർക്ക് ചില പ്രത്യേകതകളുണ്ട് എന്നാണ്. കാടിന്റെ ശബ്ദം നോക്കി വരാനിരിക്കുന്ന വിപത്തുകൾ തിരിച്ചറിയാനും മൈലുകൾക്കപ്പുറമുള്ള ശത്രുവിന്റെ സാന്നിധ്യം മണത്തറിയാനും ഇവർക്ക് കഴിവുണ്ട്. നമ്മൾ വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യയേക്കാൾ മൂർച്ചയുള്ളതാണ് അവരുടെ ഇന്ദ്രിയങ്ങൾ. നമ്മൾ അവരെ നിരീക്ഷിക്കുമ്പോൾ ഒരുപക്ഷെ അവർ നമ്മളെയും നിരീക്ഷിക്കുന്നുണ്ടാകാം, ഇരുട്ടിന്റെ മറവിൽ മറഞ്ഞിരുന്ന്. മനുഷ്യർ ചന്ദ്രനിൽ വരെ എത്തിയിട്ടും സ്വന്തം ഭൂമിയിലെ ഈ മനുഷ്യരെക്കുറിച്ച് നമുക്ക് ഒന്നും അറിയില്ല എന്നത് അത്ഭുതകരമല്ലേ? ഈ വിചിത്ര ഗോത്രത്തെക്കുറിച്ച് നിങ്ങൾ എന്ത് കരുതുന്നു? അവരെ അവരുടെ ലോകത്ത് സ്വസ്ഥമായി വിടണമോ അതോ നമ്മൾ അവരെ സഹായിക്കണമോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക.